കുറച്ച് ദിവസമായി ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ട്, അപ്പോൾ അത്തരത്തിൽ പരിശ്രമിച്ചാൽ വിജയം ലഭ്യമാകും എന്നുള്ള ഒരു ചിന്തയെ ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കഥ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കഥയ്ക്കൊരു ലൈക്ക് കൊടുക്കുക. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയേക്കാം. നമ്മുടെ കഥയിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് പ്രയാസങ്ങളും തടസ്സങ്ങളും ദുഃഖങ്ങളും അത് പോരാഞ്ഞിട്ട് കൂടുതലും ധാരാളമായിട്ടുള്ള നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും കളിയാക്കലുകളും ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ അവയെ എങ്ങനെ അതിജീവിച്ച് മുന്നേറാം എന്ന് നമുക്കൊരു കൊച്ചു കഥയിലൂടെ ഒന്ന് മനസ്സിലാക്കിയാലോ. അപ്പൊ ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരു കൂട്ടം തവളകൾ ഒരു പാറപ്പുറത്ത് കയറാൻ മത്സരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ അതിൽ പരാജയപ്പെട്ടു. അവരിൽ ഒരു കൂട്ടർ അവർക്ക് അതിനു കഴിവില്ല എന്ന് വിചാരിച്ച് പിന്മാറി. കുറച്ച് തവളകൾ പിന്നെയും പരിശ്രമിച്ചു. ആദ്യം പരാജയപ്പെട്ട കൂട്ടർ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് ഇവരെ നിരുത്സാഹപ്പെടുത്തി. ഇതു കേട്ട രണ്ടാമത്തെ കൂട്ടരും പരിശ്രമം നിർത്തി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണല്ലോ. പലരും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അതിൽ നിന്നും പിന്മാറുന്ന അവസ്ഥ പല സാഹചര്യങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു തവള മാത്രം ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ മറ്റേ കൂട്ടർ ആർത്തു വിളിച്ചു ഇങ്ങനെ പറയുകയാണ് കേട്ടോ, നിനക്കതിന് പറ്റില്ല, കയറേണ്ട എന്ന് പറഞ്ഞു. പിന്മാറാനായിട്ട് അവർ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ തവള ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു കാണും? അതെ, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ അത് മുകളിൽ എത്തിയില്ല എന്ന് വിചാരിച്ചവരും ഉണ്ടാവും കേട്ടോ. ശരി, അപ്പോൾ സമ്മാനം കൊടുക്കാൻ വന്ന ആൾ വിജയിച്ച തവളയോട് എങ്ങനെ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയിട്ടും നീ വീണ്ടും പരിശ്രമിക്കാൻ തയ്യാറായി എന്ന് ഒരു ചോദ്യം ആ തവളയുടെ അടുത്ത് ചോദിച്ചു. ആ തവള ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു. ഇത്തവണയും വിജയിച്ച തവള ഒന്നും മിണ്ടിയില്ല കേട്ടോ. അതിങ്ങനെ വളരെ മൗനമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ആ തവളയ്ക്ക് ചെവി കേട്ടുകൂടായിരുന്നു. കേൾവി ശക്തി ഇല്ലാത്ത തവളയായിരുന്നു അത്. ആ തവള ഓർത്തു, മറ്റുള്ളവർ അതിനെ പ്രോത്സാഹിപ്പിക്കുക ആയിരിക്കും എന്ന്. അതുകൊണ്ട് അത് പരിശ്രമം തുടർന്ന് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് വിജയിച്ചു. ഇതുപോലെയാണ് മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാനായിട്ടൊരു ഉന്മേഷവും ഊർജവും കിട്ടും. മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ കേട്ട് നമ്മൾ പരിശ്രമം ഒരിക്കലും നിർത്തരുത്. ചുറ്റുമുള്ളവർ നമ്മളെ കളിയാക്കിയേക്കാം, എങ്കിലും ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ കുതിച്ചു പായുക. നോ പെയിൻ നോ ഗെയിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ നമ്മൾ കരുത്താക്കി മാറ്റുക. തീർച്ചയായിട്ടും നമ്മൾ ഒടുവിൽ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നതിന്, നമ്മുടെ ജീവിതം പരിശ്രമത്തിലൂടെ വിജയകരമായിട്ട് വിജയത്തിലേക്ക് നയിക്കുന്നതിന്, പ്രത്യേകിച്ച് പരീക്ഷകൾ എഴുതി ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ജോലിക്കായി തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് വിജയം കിട്ടുക തന്നെ ചെയ്യും. ഇന്നോ നാളെയോ എന്നല്ല, നമ്മുടെ മുമ്പിൽ നമ്മുടെ സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന വിജയത്തിന്റെ കാലതാമസവും. എല്ലാവരും ഉത്സാഹത്തോടുകൂടി നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുവാനായിട്ട് പരിശ്രമിക്കുകയിൽ വിജയം നേടിടും നിശ്ചയം. ഈ ചെറിയ കഥ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കൂ. ഇതുപോലെ വ്യത്യസ്തകരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഈ ചാനലിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.